ഹലോ ഫ്രണ്ട്സ്, ബിഡോൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്താ വീഡിയോ പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴും കുറേ പമ്പ് ചെയ്യാത്ത ഓൾ കോയിൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പാകാൻ വേണ്ടി തുടങ്ങി. പക്ഷേ BTC നല്ല രീതിക്ക് പമ്പായി ഏകദേശം ഒരു $73,000 എബോ വരെ പോയി. പിന്നെയും ഒന്ന് റീഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇത്തീരിയം നല്ല രീതിയിൽ പമ്പ് ചെയ്ത് റീഡ്രോപ്പ് ചെയ്തു. അതുമാത്രമല്ല നമ്മുടെ മീമി കോയിൻസും എലൻ മസ്ക് ട്വീറ്റ് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ ഇങ്ങനെ പമ്പ് ചെയ്ത് ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് റീട്രേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ഓൾ കോയിൻസും മിക്ക നല്ല ഓൾ കോയിൻസും ഒരു പമ്പ് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. ഈ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ കുറച്ച് നല്ല ടോക്കൺസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കുറച്ച് നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ടേക്ക് അല്ലെങ്കിൽ മിഡ് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊട്ടൻഷ്യൽ കോയിൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങളൊരു മിനിമം ഒരു $20 ഈച്ച് ടോക്കൺസ് എൻട്രി എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കുക. നല്ലൊരു പ്രോഫിറ്റ് ഫ്യൂച്ചറിൽ എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും അധികം വൈപ്പിക്കാൻ നമ്മളെ മെയിൻ കണ്ടന്റിലോട്ടേക്ക് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബൈനാൻസാണ് എടുത്ത് ചെയ്യുന്നത്. കാരണം ബൈനാൻസിലുള്ള ടോക്കൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാ എക്സ്ചേഞ്ചസിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് BNB ആണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ സ്പോട്ടിൽ നമ്മൾ ഫേവറേറ്റ് ചെയ്ത് കുറച്ച് കോയിൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ BNB നമ്മൾ ഏകദേശം ഒരു $200 നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ കൊണ്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നോക്കാം, ഒരു 1 മന്ത് മുന്നേ തന്നെ ഏകദേശം BNB $270, അതേപോലെ തന്നെ 2 മന്ത്സ് മുന്നേ $220 ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അവർ ലോഞ്ച് പാഡ്, ലോഞ്ച് പൂൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇറക്കാൻ വേണ്ടി തുടങ്ങി. നല്ല രീതിക്ക് പമ്പായി. കാരണം ബൈനാൻസിൻ്റെ മുന്നത്തെ CEO ആയിട്ടുള്ള CZ SECയുടെ ഇഷ്യൂസിലൊക്കെ പെട്ട സമയത്ത് ഇവർക്ക് നല്ല രീതിക്ക് ഫണ്ട് ഇറക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ മെയിൻ ഇൻകം പറഞ്ഞാൽ ഇവർ നേറ്റീവ് ടോക്കൺ BNB ആയതുകൊണ്ട് തന്നെ BNB ഒന്നും കൂടെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചും കൂടെ ആ ഒരു ലോസൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ കുറേ നല്ല രീതിക്കുള്ള ലോഞ്ച് പാഡും കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവന്നു. അങ്ങനെ BNB നല്ല രീതിക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. BNBയുടെ പഴയ ഓൾ ടൈം ഹൈ അതേപോലെ തന്നെ നമുക്ക് റീച്ച് ചെയ്തു. പഴയ ഓൾ ടൈം ഹൈ അതുവരെ എത്തിയിട്ടില്ല. നമുക്ക് $691 ആണ് പഴയ ഓൾ ടൈം ഹൈ. നമുക്കിപ്പോൾ $645 വരെയാണ് പോയത്. അപ്പോൾ പഴയ ഓൾ ടൈം ഹൈ ഇനിയിപ്പോൾ നമ്മുടെ BTC ഹാൽവിങ് ഒരു 25 ഡേയ്സിൽ വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ BTC എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു ടൈമിൽ ഈ ഒരു ടോക്കൺസൊക്കെ എത്തും. അപ്പോൾ BNB ആണ് നമ്മുടെ ഫസ്റ്റ് ടോക്കൺ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ടോക്കൺ നോക്കാം. സെക്കൻഡ് ടോക്കൺ എത്തീരിയം ആണ്. കാരണം എത്തീരിയം നല്ല രീതിക്ക് പമ്പ് ചെയ്ത് ഞാൻ ഓൾ കോയിൻസ് എല്ലാം പറയുന്നുണ്ട്. എത്തീരിയം നമുക്കൊരു $4,000 അടുത്ത് വരെ പോയി, $3,950. അതിന് ശേഷം പിന്നെയും റീഡംപ് ചെയ്തതാണ്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഡിപ്പ് എത്തുന്നു അപ്പോഴൊക്കെ മാക്സിമം പർച്ചേസ് ചെയ്യുക. നമുക്ക് ഒരു $4,000 അടുത്ത് വരെ പോയിട്ട് പിന്നെ നമുക്ക് $3,000, $3,056 വരെ ഡംപ് ചെയ്ത് പോയി. പിന്നെയും $3,500 വരെ കയറി. ഇപ്പോൾ ഒന്ന് $3,396 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിപ്പ് കിട്ടുമ്പോഴൊക്കെ എത്തീരിയം പർച്ചേസ് ചെയ്യാം. പിന്നെ ഡോജി കോയിൻ നിങ്ങൾ ഡിപ്പ് കിട്ടുമ്പോഴൊക്കെ പർച്ചേസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. ഡോജി കോയിൻ ഡിപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ എൻട്രി എടുക്കുക. കാരണം എലൻ മസ്കിൻ്റെ ഒരു ട്വീറ്റ് വരുന്ന സമയത്തും ഡോജി കോയിൻ നല്ല രീതിക്ക് പമ്പാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിഡ് ടേമിനൊക്കെ അല്ലെങ്കിൽ ഷോർട്ട് ടേമിന് ആ ഒരു ഡോജി കോയിനിൽ എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് മാറ്റിക് നിങ്ങൾക്ക് ഒരു $0.9 അല്ലെങ്കിൽ $1 ബിലോ കിട്ടുകയാണെന്നുണ്ടെങ്കിലോ നിങ്ങൾ മാക്സിമം അക്കുമുലേറ്റ് ചെയ്യുക. കാരണം അത്രയും ഹൈപ്പുള്ളൊരു ടോക്കണാണ്. നമുക്ക് ഓൾ ടൈം ഹൈ ഏകദേശം $2.9 വരെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി $1 നമുക്ക് ഏകദേശം ഒരു $0.4 വരെ അല്ലെങ്കിൽ $0.3 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു മാർക്കറ്റ് നല്ല രീതിക്ക് ക്രാഷായി നിൽക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്പോഴും നമുക്ക് $1 ബിലോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ടോക്കണാണ് മാറ്റിക്. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം ടോപ്പ് 100 അല്ലെങ്കിൽ ടോപ്പ് 200 ഉള്ള ടോക്കൺസാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് സോൾ നിങ്ങൾ ഇപ്പോൾ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം പമ്പ് ചെയ്തു. ഇനിയും ചിലപ്പോൾ പമ്പ് ചെയ്യും. പക്ഷേ ഇപ്പോൾ എൻട്രി എടുക്കുന്നത് റിസ്ക്കാണ്. നിങ്ങൾക്ക് ഡിപ്പ് കിട്ടുമ്പോൾ എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നമുക്ക് വെറ്റ് നിങ്ങൾ എന്തായാലും എൻട്രി എടുക്കുക. ഒരു $0.04 വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ബിലോ വരികയാണെന്നുണ്ടെങ്കിലും ഡിപ്പ് ഇടുന്ന സമയത്തൊക്കെ വെറ്റ് എൻട്രി എടുക്കുക. കാരണം TRX നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. TRX 6 അല്ലെങ്കിൽ 5.5 നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. ടോക്കൺ 11.5 വരെ പമ്പ് ചെയ്ത് പോയി. ഇപ്പോൾ പിന്നെ ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ട് 9.9 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വെറ്റും ആ ഒരു ഹൈപ്പിൽ പോകുന്ന ഒരു ടോക്കണാണ്. നമ്മൾ $1 ഉള്ള സമയത്ത് വെറ്റിനിൽ എൻട്രി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.5 ഉള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സഡൻ ആയിട്ടായിരുന്നു വെറ്റിൽ. നിങ്ങൾക്ക് വൺ ഡേ എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണും. സഡൻ ആയിട്ടായിരുന്നു വെറ്റിൽ 0.25 0.55 വരെ പോയത്. സഡൻ ഹൈപ്പായിരുന്നു വെറ്റിലുണ്ടായിരുന്നത്. പിന്നെ ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. അതേപോലെ തന്നെ ഷിബ് നമുക്ക് എലൻ മസ്കിൻ്റെ ആ ഒരു ട്വീറ്റ് വന്ന സമയത്ത് എല്ലാ മീമി കോയിനും പമ്പായ സമയത്ത് നമുക്ക് ഷിബും പമ്പായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷിബ് ഏകദേശം 0.4027 അപ്പോൾ ഒരു 25 ബിലോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എൻട്രി എടുക്കുക. അത് നല്ലൊരു എൻട്രി പോയിൻ്റ് തന്നെയാണ്. പിന്നെ ഏറ്റവും ഫേവറേറ്റ് നമ്മുടെ ഇപ്പോൾ ഉള്ള എൻ്റെ മുന്നേ TRX ആയിരുന്നു. ഇപ്പോഴും TRX തന്നെയാണ്. പക്ഷേ TRX കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോക്കൺ ADA ആണ്.
കാരണം ഈ ഒരു ടോക്കണിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഇതുവരെ എടുത്തിട്ടില്ല. കാരണം $0.22 വരെ ഡംപ് ചെയ്ത് പോയി. നമുക്ക് ജസ്റ്റ് 1 മന്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ $3 ഈ ഒരു ടോക്കണിൻ്റെ മാക്സിമം പോയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ആ 1 മന്ത് ഗ്രാഫ് എടുത്താൽ തന്നെ കാണും ഈ ഒരു മാർക്കറ്റ് പമ്പ് ചെയ്ത സമയത്തും വേറെ ഓൾ കോയിൻസ് ഇത്തിരിയെങ്കിലും പമ്പായിട്ടുണ്ടെങ്കിലും ADA അതുപോലും പമ്പായിട്ടില്ല. വെറും ചെറിയൊരു എമൗണ്ട് മാത്രമേ പമ്പായിട്ടുള്ളൂ. ഈ ഒരു $0.6 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എൻട്രി പോയിൻ്റാണ്. ബിലോ 0.6 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടും നല്ലൊരു എൻട്രി പോയിൻ്റാണ്. ഓൾ കോയിൻസൊക്കെ പമ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ADA ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ന്യൂ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. $0.5 വരെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100x ഈസി റിട്ടേൺ കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം പറയുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് സ്ലോലി സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോക്കൺസൊക്കെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ നല്ല എൻട്രി കിട്ടുന്നുണ്ടോ ആ ഒരു ടൈമിലൊക്കെ എൻട്രി ചെയ്യുക. ഇപ്പോൾ ഈ ഫേവറേറ്റ് ചെയ്ത് വെച്ചൊക്കെ ഞാൻ ചെറിയൊരു എമൗണ്ടെങ്കിലും പർച്ചേസ് ചെയ്ത ഒരു ടോക്കൺസാണ്. അപ്പോൾ എവാക്സൊക്കെ ഞാൻ ഏകദേശം $8 $7 നിൽക്കുന്ന സമയത്ത് 5 ടോക്കൺസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു $35. ഇപ്പോഴും എൻ്റെ കയ്യിൽ 5 ടോക്കൺ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് $53 ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഏകദേശം $250. അപ്പോൾ $35 വാങ്ങിച്ച ടോക്കൺ എനിക്കിപ്പോൾ $250-260 ആ ഒരു റേഞ്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോൾഡ് ആയിട്ടുള്ള ഒരു 200+ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് വാക്സിൽ. ഞാനിപ്പോഴും ഹോൾഡ് ചെയ്യണം, ഞാൻ സെല്ലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ജസ്റ്റ് താഴത്തോട്ടേക്ക് വരാം. ഈ ഒരു ടോക്കൺസൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ടോക്കൺസ്. ആക്സിസ് നിങ്ങൾക്ക് എടുക്കാം, KDA നിങ്ങൾക്ക് നല്ല രീതിക്ക് പർച്ചേസ് ചെയ്യാം. XRP 0.6 താഴത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് FTT ഫാൻഡത്തിൽ എൻട്രി എടുക്കാം. അതേപോലെ തന്നെ കുറച്ച് നല്ല ടോക്കൺസ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ടോക്കൺസിൽ എപ്പോഴൊക്കെ എൻട്രി കിട്ടുന്നുണ്ടോ എപ്പോഴൊക്കെ ഡിപ്പ് കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ നല്ല രീതിക്ക് എൻട്രി എടുത്ത് ഫ്യൂച്ചറിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹാൾവിങ് നമുക്ക് 25 ഡേയ്സിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഹാൾവിങ് ടൈമിൽ എന്തായാലും നമ്മുടെ BTC നല്ല രീതിക്ക് പമ്പ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ 2025 നമ്മുടെ നല്ല രീതിക്ക് മാർക്കറ്റ് പമ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. BTC ഒരു $1 lakh വരെ പോകാനുള്ള ഒരു പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ മാക്സിമം എപ്പോഴൊക്കെ ഡിപ്പ് കിട്ടുന്ന ടൈമിലൊക്കെ അക്കുമുലേറ്റ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് ഫ്യൂച്ചറിൽ എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള കേസ് സംബന്ധിച്ച് ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ നൽകിക്കുന്ന യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്രയും ഗുഡ് ബൈ.